അതിന് യസിഹു എന്ന് അർത്ഥം കൊടുത്ത ഭാഗം മറിച്ച് കാണിച്ചു കൊടുത്തു. അതോടെ ആ ചോദ്യവും അവസാനിച്ചു. ശൈഖുനായുടെ അർത്ഥകൽപ്പന നിഘണ്ടുപരമായിരുന്നില്ല, മറിച്ച് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നതിന് ഒരു ഉദാഹരണം ശിഷ്യൻ PC-യുടെ വാക്കുകളിൽ: ഇടയ്ക്കൽ ഞാൻ ഓതിയപ്പോൾ മിഷ്കാത്ത് ഓതിയ സമയത്ത് ഈ സീമാഹുമു തഹലീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ തഹലീക്കിനിക്ക് ചിലർ മുടി കളയ എന്നൊക്കെ അർത്ഥം വെക്കൽ ഖവാരിയാക്കളുടെ അടയാളമായിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ ഈക്കയുടെ അർത്ഥം അതിന് പറഞ്ഞത് ദീൻ വെട്ടിച്ചുരുക്കുക എന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അതിന് തെളിവെന്താണ്. അതേ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഒരു ഹദീസ് ഉദ്ധരിച്ചു. ഹസദ് അസൂയെ സംബന്ധിച്ചും ദേഷ്യത്തെ സംബന്ധിച്ചും പറഞ്ഞുകൊണ്ട് അൽ ഹസദു വൽ ബഗ്ലാഉ ഹിയൽ ഹാലിക, അസൂയ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ദേഷ്യം എന്ന് പറയുന്നതും ഹിയൽ ഹാലിക, അത് ദീൻ കളയുന്ന കാര്യമാണ് എന്ന് അർത്ഥം വെച്ചു. അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹാലിക എന്ന് പറഞ്ഞതിനിക്ക് ലാ അഖൂലു തഹലിക്കു ശഅറ, ഈ പറഞ്ഞതിൻ്റെ പക്ഷം മുടി കളയുക എന്നതല്ല, തഹലിക്കു ദീന്, ദീൻ കളയുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉസൂലിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഒരു പദത്തിനിക്ക് ഒരു ലോവിയായ അർത്ഥവും ഭാഷാപരമായ അർത്ഥവും ശാരി ഒരു അർത്ഥം പറഞ്ഞാൽ അവിടെ ശാരിൻ്റെ അർത്ഥം മുന്തിക്കണം എന്നതാണ് ഉസൂലിൻ്റെ നിയമം എന്ന് അന്ന് ശൈഖുന എന്നോട് പറഞ്ഞത് എനിക്ക് വളരെ തൃപ്തികരമാവുകയും ചെയ്തു. വഹാബിയായി പൊതുജീവിതം ആരംഭിച്ച ചേകന്നൂർ മൗലവി കാലക്രമത്തിൽ ഇസ്ലാമിന്റെ പാരമ്പര്യത്തെയും പ്രമാണങ്ങളെയും തള്ളിപ്പറഞ്ഞ് രംഗത്തു വരികയുണ്ടായി. കിഴക്കൻ ഏറനാട്ടിൽ പണ്ഡിത വിരോധം മൂത്ത ചില സമ്പന്നന്മാർ ചേകന്നൂർ മൗലവിയെ കണക്കറ്റ് സഹായിച്ചു. തങ്ങളുടെ പണവും മൗലവിയുടെ നാക്കും കൊണ്ട് ദാരിദ്ര്യമേഖലയെ ഇസ്ലാം രഹിതമാക്കി പണ്ഡിതരെ ഒറ്റപ്പെടുത്താമെന്നവർ വ്യാമോഹിച്ചു. ചേകന്നൂർ മൗലവിക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കിക്കൊടുത്തു. ഒരു പ്രാവശ്യം വണ്ടൂരിൽ ചേകന്നൂരിന്റെ പ്രഭാഷണം നടക്കുന്നതിനോടനുബന്ധിച്ച് സ്ഥലം നിവാസികളായ ചില സത്യവിശ്വാസികൾ മർഹൂം KK സദക്കത്തുള്ള മുസ്ലിയാരുമായി സംസാരിച്ചു. അദ്ദേഹം EK ഹസൻ മുസ്ലിയാരെയും ആമയൂർ മുഹമ്മദ് മുസ്ലിയാരെയും കൊണ്ടുവന്ന് നേരിടാൻ നിർദ്ദേശിച്ചു. പിന്നീട് നടന്നതെന്ത് എന്ന് സമദ് മൗലവി മണ്ണാർമല വിവരിക്കുന്നു. ചേകന്നൂരിൻ്റെ തേരോട്ടക്കാലത്ത് വണ്ടൂർ പഠിക്കുകയാണ് ഞാൻ. വണ്ടൂർ വാണിയമ്പലം, കാളികാവ്, ചെറുകോട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ചേകന്നൂരിൻ്റെ കുറേ അനുയായികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ ചില അവശേഷിപ്പുകളൊക്കെ അവിടെയുണ്ട്. ചെറുകോട്ടിൽ ഒരു പള്ളി തന്നെ അവർക്കുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ മുസ്ലിംമാർക്ക് അതിൽ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ചേകന്നൂർ പറയുന്ന വാദങ്ങളാണ് ശരി, നമ്മൾ പറയുന്ന പഴയ ചിന്താഗതികളുമൊക്കെ തെറ്റാണ്, ജമാഅത്ത് മുജാഹിദീങ്ങൾ അവർ പറയുന്നതും തെറ്റാണ്, അതിനേക്കാളൊക്കെ പുതിയ ആധുനികമായ വാക്ക് ചേകന്നൂരിൻ്റെ ആശയങ്ങളാണ് ഏറ്റവും നല്ലതെന്നും പറഞ്ഞ് പലരും ഞങ്ങളെ കളിയാക്കിയിരുന്നു. ഈ ഘട്ടത്തിൽ വണ്ടൂർ നിവാസികളെല്ലാം കൂടിയിട്ട് അവിടുത്തെ കാരണന്മാരും കൂടിയിട്ട് ചേകന്നൂരിനുമായൊരു കൂട്ടിമുട്ടലിന് സുന്നികളായ നമ്മൾ തയ്യാറാകണം എന്ന് ഷേഖിനിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു. ചേകന്നൂർ അടുത്ത ദിവസം വണ്ടൂർ വരുന്നുണ്ട്, അപ്പോൾ അന്ന് ഒരു വാദപ്രതിവാദം തയ്യാറാക്കുക. വാദപ്രതിവാദത്തിന് വേണ്ടി അദ്ദേഹം എപ്പോഴും വെല്ലുവിളിക്കും, ആരും സുന്നികൾ കയറി ചെല്ലുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വാദപ്രതിവാദം നടത്തുക എന്ന് പറഞ്ഞ് ഷേഖിനിയുടെ മുമ്പിൽ വന്നു. അപ്പോൾ താജുലുലമ പറഞ്ഞു പറ്റും, അതിന് ഒന്ന് ഹസൻ മുസ്ലിയരും മറ്റൊന്ന് ആമീർ മുഹമ്മദ് മുസ്ലിയരും വേണം, അവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ രണ്ടുപേരെയും കൊണ്ടുവരും എന്ന് നോട്ടീസ് അടിച്ചു. പരിപാടിയുടെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് അവർ വന്നിട്ട് പറഞ്ഞു, നേരിട്ട് അങ്ങനെ വാദപ്രതിവാദം വേണ്ട, അതിനില്ല, ഞങ്ങൾ പ്രസംഗിച്ചു പോവും, അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസംഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞാലും അവർ വാദപ്രതിവാദം തയ്യാറാവാഞ്ഞപ്പോൾ തീരുമാനിച്ചു, ഞങ്ങൾ സുന്നികളുടെ പക്ഷത്തു നിന്നുള്ള തീരുമാനം, എന്നാൽ വെല്ലുവിളിക്കാൻ പാടില്ല. ഓരോ സ്റ്റേജിൽ കയറിയാലും ചേകന്നൂർ വെല്ലുവിളി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ആ വെല്ലുവിളി കേട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ജനങ്ങൾ പറയും, അങ്ങനത്തെ ഒരു വെല്ലുവിളി നടത്തിയിട്ടൊരു സുന്നിയോ ആരെങ്കിലും ഇതുവരെ ഒരു മൂല്യർ ചെന്നില്ലോ, അപ്പോൾ അവരൊക്കെ കള്ളത്തരണ്ട് എന്ന് അവർ പറയും. അപ്പോൾ അതുകൊണ്ട് വെല്ലുവിളിക്കാൻ പാടില്ല, വെല്ലുവിളിച്ച് ഞങ്ങൾ കയറി ചെല്ലും എന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് തീരുമാനമായി. അങ്ങനെ ഹസൻ മുസ്ലിയാരും ആമിയൂരും ഇവർ രണ്ടുപേരും അവിടെ വന്നു. നവ്വറല്ലാഹു മർക്കദഹുമ, അവർ രണ്ടുപേരും അവിടെ വന്നു. പരിപാടിൻ്റെ അന്ന് നിലമ്പൂർ റോട്ടും വെച്ചായിരുന്നു പരിപാടി. നല്ല സ്റ്റേജ് കെട്ടിയിരുന്നു. ചേകന്നൂരിൻ്റെ പ്രസംഗമാണ്. പ്രസംഗം കേൾക്കാൻ അതിൻ്റെ നേരെ തൊട്ട് എതിർവശത്തുള്ളൊരു വീട്ടിൽ ഹസൻ മുസ്ലിയാരും ആമീർ മുഹമ്മദ് മുസ്ലിയാരും ഉണ്ടായിരുന്നു. കൂടെ ഈ എളിയവനായ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രസംഗത്തിൻ്റെ മധ്യേ
ചേകനൂരിന് വെല്ലുവിളിക്കാതെ അവൻ്റെ പ്രസംഗം പൂർത്തിയാവില്ല. വെല്ലുവിളിക്കാൻ പാടില്ല, വെല്ലുവിളിച്ചാൽ ഞങ്ങൾ കയറി ചെല്ലുന്നൊക്കെ മുമ്പ് തന്നെ അവനും വിവരം കൊടുത്തിട്ടുണ്ട്, അവൻ്റെ പാർട്ടിക്കാർക്ക് വിവരം കൊടുത്തിട്ടുണ്ട്, അയാളുടെ പാർട്ടിക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് അയാൾ പ്രസംഗത്തിനിടയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു എന്തോ ഒരു വിഷയം എടുത്തിട്ട് അത് കേൾക്കേണ്ട താമസം ആമിയൂർ ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാരും ആമിയൂർ മുസ്ലിം രണ്ട് സിംഹങ്ങളെ പോലെ, എര കണ്ട സിംഹങ്ങളെ പോലെ ജനമധ്യത്തിലേക്ക് എടുത്തു ചാടുകയും ഞങ്ങളിതാ വരുന്നു സ്റ്റേജിലേക്ക് എന്ന് ഒഴിഞ്ഞു നിൽക്കുകയെന്നും പറഞ്ഞിട്ട് അവർ വഴി വെട്ടി പിടിച്ചുകൊണ്ട് അവർ ചെല്ലുകയും അപ്പോഴേക്ക് ആകെ കോലാഹലമായി. സ്റ്റേജിൽ നിന്ന് ചേകനൂർ എവിടെയോ അപ്രത്യക്ഷമായി എന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ നിന്ന് കാണാതായി പോവുകയും ചെയ്തു. പിന്നെ പോലീസ് വന്ന് അതൊക്കെ ശാന്തമാക്കി. പിന്നെ അത് പോലീസ് കേസാക്കുകയാണ് ചെയ്തത്, യോഗം കലക്കി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അസംമൂലിയുടെ ധൈര്യം ഞാൻ നേരിൽ കണ്ണിൽ കണ്ട ഒരു സന്ദർഭമാണത്. കുറ്റിച്ചിറയിൽ വഹാബി മൗലവി ഉദ്ധരിച്ച തെളിവ് തന്നെ ശൈഖൂന മൗലവിക്കെതിരെ ഉദ്ധരിച്ച രംഗം പ്രസിദ്ധ പ്രഭാഷകനായ കീലത്ത് മുഹമ്മദ് മാസ്റ്റർ അനുസ്മരിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ചിന്തിച്ചാൽ അറിയാം, കോഴിക്കോട് വെച്ച് കുറ്റിച്ചിറയിൽ വെച്ച് ഒരു സംവാദം നടക്കുമ്പോൾ മുജാഹിദിന്റെ പണ്ഡിതൻ ഒരവസരത്തിൽ പറഞ്ഞു, മുസ്ലിയാരെ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളാകുന്ന സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് സ്ത്രീകൾ പള്ളിയിൽ പോവണ്ട എന്ന് പറയുന്നത്? ഉടനെ ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, മൗലവി, സുന്നത്ത് മുറുകെ പിടിച്ചാൽ പോരാ, മറിച്ചു നോക്കണം, ഓതി പഠിക്കണം, എങ്കിലേ തിരിയൂ. ലാ തംനഉ ഇമാ അല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ തടയണ്ട, ഞാൻ തന്നെ തടഞ്ഞിട്ടുണ്ട് എന്ന് ഉസ്താദ് സമർപ്പിച്ചത് ഉമ്മുവിദിന് സാദിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ആത്മീയ വിചാരബോധങ്ങളെ ചൂഷണം ചെയ്ത് പ്രവർത്തിക്കുന്നവരാണ് വ്യാജ ത്വരീഖത്തുകാർ. കേരളത്തിൽ പല കാലങ്ങളിൽ വിവിധ പേരുകളിൽ വ്യാജന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഹസൻ മുസ്ലിയാർ അവർക്കെതിരെയും ശക്തമായി പ്രതികരിച്ചിരുന്നു. കുതന്ത്രങ്ങളിലും പ്രലോഭനങ്ങളിലും അകപ്പെടാതെ സധീരം ഹസൻ മുസ്ലിയാർ ദൗത്യം നിർവഹിച്ചു. കാന്തപുരം ഉസ്താദിന്റെ നാട്ടിലുണ്ടായ ഒരു രംഗം ഉസ്താദ് വിവരിക്കുന്നു. ഹസൻ മുസ്ലിയാർ ബിദ്അത്തുകാരോട് കടുത്ത എതിർപ്പും അവരോട് ശക്തമായ പോരാട്ടവും തന്നെയാണ് തന്റെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടായിരുന്നത്. ഇദാ ലഹറത്തിൽ ബിദ്ഉ വസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ് എന്ന ഹദീസ് പഠിപ്പിക്കുന്നതനുസരിച്ച് ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അതിനെതിരെ ശബ്ദിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യണം. അല്ലാതെ മൗനം ദീക്ഷിക്കുന്ന പണ്ഡിതന് അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ട് എന്ന് ആണല്ലോ ഈ ഹദീസ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പണത്തിനു വേണ്ടിയോ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സത്യം മറച്ചുവെക്കുക എന്ന ഒരവസ്ഥ ഹസൻ മുസ്ലിയാർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ നാട്ടിൽ തന്നെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കള്ളത്തരീക്കത്തുകാരോടുള്ള